ഭാഗം. ഓക്കെ, ഇനി ചെനാബ് പാലത്തിന്റെ ആകെ നീളം എത്രയാ? 1315 മീറ്റർ. ഓക്കെ, ഇനി റിവർ ബേസിൽ നിന്നുള്ള ഉയരം എത്രയാടാ? 359. ഓക്കെ, ഇനി എന്താണ് പ്രത്യേകത? എന്താ? ഈഫൽ ടവറിനേക്കാളും. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ഈ പാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്? റിക്ടർ സ്കെയിലിൽ 8 വരെ തീവ്രതയുള്ള ഭൂകമ്പത്തെയും 260 കിലോമീറ്റർ പെർ അവറിൽ വീശുന്ന കാറ്റിനെയും തീവ്രവാദ ആക്രമണങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന പാലമാണ് എന്തെന്ന് പറയുന്നത്? ചെനാബ് പാലം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തിലേക്ക് പോ. നെക്സ്റ്റ് അടുത്തിലേക്ക് വന്നിടാ അഞ്ചിഘട്ട് ബ്രിഡ്ജ്. അഞ്ചിഘട്ട് ബ്രിഡ്ജ്. ഓക്കെ, സ്പെല്ലിംഗ് ആണെങ്കിൽ നോട്ട് ചെയ്തോ. ANJIKHAD അഞ്ചിഘട്ട് ബ്രിഡ്ജ്. ഓക്കെ, അഞ്ചിഘട്ട് ബ്രിഡ്ജ്. അഞ്ചിഘട്ട് ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ? അഞ്ചിഘട്ട് ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്. ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്. ക്ലിയർ? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. ഓക്കെ, നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത അത് തന്നെടാ, ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. ഓക്കെ, ഉദ്ഘാടനം ചെയ്തത് സിമ്പിൾ 2025 ജൂൺ 6 ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ്. ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് ഇതും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അഞ്ചിഘട്ട് ബ്രിഡ്ജും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ആണ് എന്ന് പറയുന്നത് അഞ്ചിഘട്ട് ബ്രിഡ്ജ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. ഓക്കെ, ഉദ്ഘാടനം ചെയ്യുന്നത് 2025 ജൂൺ ആണ്. ഓക്കെ, അപ്പോ ഇവിടെയും എഴുതുക USBRLന്റെ ഭാഗമാണ് അഞ്ചിഘട്ട് ബ്രിഡ്ജ്. USBRLന്റെ ഭാഗമാണ് അഞ്ചിഘട്ട് ബ്രിഡ്ജ്. ഓക്കെ, എന്നുവെച്ചാൽ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമാണ് അഞ്ചിഘട്ട് ബ്രിഡ്ജും. ഓക്കെ, അപ്പൊ രണ്ടും ശ്രദ്ധിക്കുക. ചെനാബ് പാലവും USBRLന്റെ ഭാഗമാണ്, അഞ്ചിഘട്ട് ബ്രിഡ്ജും USBRLന്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തേക്ക് പോടാ. നെക്സ്റ്റ് ഹെഡിങ് എടുത്തോ, USBRL അഥവാ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. അതിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ടത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോടാ. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ. ജമ്മു കാശ്മീരിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശക്തി നൽകുന്ന പദ്ധതി. ഓക്കെ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശക്തി നൽകുന്ന പദ്ധതി. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? USBRLന്റെ ടോട്ടൽ ലെങ്ത് 272 കിലോമീറ്റർ. ഓക്കെ, 272 കിലോമീറ്റർ. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ് 36 ടണലുകളും 943 പാലങ്ങളും 943 പാലങ്ങൾ. ശ്രദ്ധിക്കുക, 36 ടണലുകളും 943 പാലങ്ങളും ഉൾക്കൊള്ളുന്ന പദ്ധതി. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ആ ഒരു പോയിന്റ് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ ഇന്ത്യയില് ജമ്മു കാശ്മീരിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റില് വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ 272 കിലോമീറ്റർ ആണ് ഈ ഒരു പദ്ധതിയുടെ നീളം എന്ന് പറയുന്നത്. ആ പദ്ധതിക്കകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടണലുകളാണ്? ഓക്കെ, എത്ര ബ്രിഡ്ജ്? 943 ബ്രിഡ്ജ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോടാ. ജനാസു തുരങ്കം. ഓക്കെ, ജനാസു തുരങ്കത്തിന്റെ പ്രത്യേകത എവിടെയാ സ്ഥിതി ചെയ്യുന്നത്?
ജമ്മു കാശ്മീരിലല്ല. ജനാസു തുരങ്കം എവിടെയാടാ? ഉത്തരാഖണ്ഡ്. ഓക്കെ, ജനാസു തുരങ്കം എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം കിട്ടിയല്ലോ. അപ്പൊ ജനാസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരിക്കും നിങ്ങളോട് PSC ചോദിക്കുന്നത്. അപ്പൊ ആൻസർ എന്ത് കൊടുക്കുക? ഉത്തരാഖണ്ഡ്. ഇനി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഓക്കെ, ക്ലിയർ കിട്ടിയല്ലോ. അടുത്തേക്ക് പോവാം. അപ്പൊ ഇപ്പൊ 3 പോയിന്റുകളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്ന് ചെനാബ് ബ്രിഡ്ജ്, പിന്നീട് രണ്ടാമത്തത് അഞ്ചീഘട്ട് ബ്രിഡ്ജ്, മൂന്നാമത്തത് ജനാസു തുരങ്കം USBRL, പിന്നെ നാലാമത്തത് ജനാസു തുരങ്കം. ഇത്രയും കിട്ടിയല്ലോ. ഇതിൽ മൂന്നെണ്ണം അതായത് ചെനാബ് ബ്രിഡ്ജ് ജമ്മു കാശ്മീരിലാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ അഞ്ചീഘട്ട് ബ്രിഡ്ജ് ജമ്മു കാശ്മീരിലാണ്, USBRL ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, പക്ഷെ ജനാസു തുരങ്കം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ചോദ്യം എഴുതിയടാ. നെക്സ്റ്റ് ചോദ്യം എഴുതിക്കോ. കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത ജില്ല. ഓക്കെ, കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത ജില്ല. ഓക്കെ, ഇത് ഓൾറെഡി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാം, പാലക്കാട് അറിയാലോടാ. 2024 പാലക്കാട് എന്ത് ചെയ്യുന്നത്? ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെടുന്നത്. മനസ്സിലാക്കുക. അപ്പൊ 2024 ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ഓൾറെഡി PSC ചോദിച്ചതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ചു എന്നേ ഉള്ളേ. അത് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്തിലേക്ക് പോകാം. നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കിയടാ. നെക്സ്റ്റ് ചോദ്യം എഴുതിയേ. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്, അതൊന്ന് നോട്ട് ചെയ്യാം. ബഗ്ലിഹാർ അണക്കെട്ട്, സലാൽ അണക്കെട്ട്, നദി ചെനാബ്. ഓക്കെ, ചെനാബ് നദി. ഓക്കെ, ഇത് ഏതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തേ? ഓപ്പറേഷൻ സിന്ദൂർ. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതായത് പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തില് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചില്ലേടാ. ആ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഷട്ടർ അടച്ച 2 പ്രധാനപ്പെട്ട ഡാമുകൾ, അതിലൊന്നാണ് ബഗ്ലിഹാർ അണക്കെട്ടും മറ്റൊന്ന് സലാൽ അണക്കെട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ അത് എവിടെയെന്നായിരിക്കും ചോദിക്കുന്നത്? ഏത് നദിയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്? ആൻസർ പറയുക ചെനാബ് നദിയിലാണ്. ക്ലിയർ കിട്ടിയല്ലോ. ഇപ്പൊ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും കറണ്ട് അഫെയർ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗത്തിലേക്ക് വരാം. അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, അപ്പോ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത ഒരു 12 വ്യക്തികളുണ്ട്. ആ 12 വ്യക്തികളെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഒന്ന്, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. അറിയാലോടാ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, നെക്സ്റ്റ് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. ഓക്കെ, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോ കറക്റ്റ് അമർപ്രീത് സിംഗ് എന്ന് തന്നെ പഠിക്കാം, അല്ലാണ്ട് ചുരുക്കി പഠിക്കാൻ നിൽക്കരുത്. AP സിംഗ് എന്ന് പഠിക്കാൻ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ചിലപ്പോ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ക്ലിയർ ആയിട്ട് പഠിക്കാം അമർപ്രീത് സിംഗ്. ഓക്കെ, നെക്സ്റ്റ് നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ, CDS അനിൽ ചൗഹാൻ. ഓക്കെ, CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാടാ? അനിൽ ചൗഹാൻ. ഓക്കെ, നെക്സ്റ്റ് NSA എന്ന് വെച്ചാൽ എന്താ? നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ഓക്കെ, അപ്പൊ നിലവിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാ? അജിത് കുമാർ ദോവാൽ. ഓക്കെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് കുമാർ ദോവാൽ. ഓക്കെ, നെക്സ്റ്റ് NSAB ചെയർമാൻ. NSAB എന്ന് പറഞ്ഞാൽ എന്താ?
നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ്. ശ്രദ്ധിക്കുക, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ്. ഓക്കെ, എന്താണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉപദേശം നൽകുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ അധ്യക്ഷനായി പുതുതായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് അലോക് ജോഷി. അലോക് ജോഷി. ഓക്കെ, അപ്പൊ തെറ്റരുത്. NSA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജിത് കുമാർ ദോവൽ. NSABയുടെ അധ്യക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലോക് ജോഷിയാണ്. ക്ലിയർ ആണല്ലോടാ? കിട്ടുമല്ലോ. നെക്സ്റ്റ്, അടുത്തത് ഹോം സെക്രട്ടറി. ഹോം സെക്രട്ടറി ഹോം സെക്രട്ടറി ഹോം സെക്രട്ടറി ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര സെക്രട്ടറി. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ഗോവിന്ദ് മോഹൻ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആണോ? ഗോവിന്ദ് മോഹൻ. ഓക്കെ, അപ്പൊ ഈ ഗോവിന്ദ് മോഹനെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം രാജ്യത്ത് നടന്നിരിക്കുന്നു ജൂൺ മാസത്തില്. എന്താ കാര്യം? 2025 ജൂണില് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം, ഡ്രീം ലൈനർ വിമാന അപകടത്തിൽപ്പെട്ടില്ല എന്നോടാ. ആ അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാ? ഗോവിന്ദ് മോഹൻ. ഓക്കെ, അപ്പൊ 2 പോയിന്റുകളാണ് നോക്കി വെച്ചേക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. അതേപോലെ തന്നെ ഗുജറാത്തിൽ നടന്ന വിമാന അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയാണ് ഗോവിന്ദ് മോഹൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫൻസ് സെക്രട്ടറി. പ്രതിരോധ സെക്രട്ടറി. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാ? രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി ആണ് രാജേഷ് കുമാർ സിംഗ്. ഓക്കെ, ക്ലിയർ? കിട്ടുമല്ലോടാ? നെക്സ്റ്റ്, RAW റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ അധ്യക്ഷൻ രവി സിൻഹ മാറി. പരാഗ് ജെയിൻ വളരെ അടുത്ത് വന്ന മാറ്റമാണ്, ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. രവി സിൻഹ ആയിരുന്നു, രവി സിൻഹ മാറിയിട്ട് പുതിയ ഒരാൾ വരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ പരാഗ് ജെയിൻ ആണ് കേട്ടോ, പരാഗ് ജെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഐബിയുടെ ചീഫ് തപൻ കുമാർ ദേക്ക. ഓക്കെ, ഐബിയുടെ ചീഫാണ് തപൻ കുമാർ ദേക്ക. ഓക്കെ, ക്ലിയർ? കിട്ടിയല്ലോ? നെക്സ്റ്റ്, തപൻ കുമാർ ദേക്ക. നെക്സ്റ്റ് വൺ DGMO. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. DGMO ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ് DGMO. ഓക്കെ, DGMO മീൻസ് എക്സ്പാൻഷൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. ഓക്കെ, ആരാണ് ഇന്ത്യയുടെ നിലവിലത്തെ DGMO? ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. ഓക്കെ, ഖായുടെ സ്പെല്ലിംഗ് GHAI. ഓക്കെ, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കി പഠിക്കണം. വെറുതെ കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മെയ് 10 അല്ലേ സീസ് ഫയർ നടക്കുന്നേ, സീസ് ഫയറിന് ധാരണയാകുന്നേ. ഈ സീസ് ഫയറിലേക്ക് എത്താനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കം നടത്തിയ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനാണ് ആര്? DGMO അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ. അത് ആരാണ് നിലവിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുതിയൊരു പോസ്റ്റിംഗ് കൂടി കിട്ടിയിട്ടുണ്ട്. എന്താ? അദ്ദേഹത്തിന് പുതിയൊരു പോസ്റ്റിംഗ് കൂടി കിട്ടി, കരസേനയുടെ ഉപമേധാവി. ഓക്കെ, ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, കരസേനയുടെ ഉപമേധാവിയായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അറ്റ് പ്രസന്റ് അദ്ദേഹത്തിന് 2 ചുമതലകളാണുള്ളത്. ഒന്ന് DGMOയുടെ ചുമതലയുണ്ട്, അതേപോലെ തന്നെ നിലവിലെ കരസേനയുടെ ഉപമേധാവി കൂടിയാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ഇപ്പൊ എത്രണ്ണായി? 11. ഓക്കെ, നെക്സ്റ്റ് 12ാമത്തെ വ്യക്തി വളരെ ഇമ്പോർട്ടന്റ്, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഓക്കെ, ISROയുടെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഓക്കെ, അപ്പൊ ഇത്രയും പേര്, ഈ 12ഓളം പേരാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കടാ, ഇത്രയും പേരാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, അതിന് മെയിൻ ആയിട്ട് നോക്കേണ്ട ആൾക്കാരെ ഞാൻ പറയണം. ആ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, അതൊന്ന് മാർക്ക് ചെയ്യും. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതേപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് എന്ന പോയിന്റ് മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ DGMO മാർക്ക് ചെയ്യണം. DGMO. നെക്സ്റ്റ് റോയുടെ അധ്യക്ഷനെ മാർക്ക് ചെയ്യണം, റോയുടെ അധ്യക്ഷൻ. ഓക്കെ, കിട്ടിയല്ലോ?
അപ്പൊ ഇത്രയും പേരെ ഒന്ന് നോക്കി വെച്ചേക്കണം. അപ്പോയിന്റ്മെന്റ്സിൽ ഇത്രയും 12 പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. സയൻസ് ആൻഡ് ടെക്നോളജി